നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും പ്ലസ് വണ്ണിലെ എല്ലാ കുട്ടികൾക്കും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് പഠിച്ചു. നിങ്ങൾ നന്നായിട്ട് ഡയമെൻഷൻസ് നന്നായിട്ട് എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാൽ മാത്രമേ ഈ പറയുന്നത് എല്ലാം പഠിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ഫസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചത് പെട്ടെന്ന് പറയണം, ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ എടുത്ത് പഠിച്ചു. ഒരുപാട് എക്സാമ്പിൾ അത് പഠിക്കുന്നവർക്ക് പിന്നെ ഒരിക്കലും നിങ്ങൾ മറക്കത്തില്ല. രണ്ടാമത്തത് ഇന്ന് പഠിക്കുന്നത് ടു ഡിറൈവ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, പക്ഷെ എളുപ്പമാണ്, കൃത്യമായിട്ട് പഠിക്കണം. മൂന്നാമത്തത് ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻ ടു അനദർ. അന്നേരം ഇന്ന് നമുക്ക് രണ്ടാമത്തെ യൂസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം. 4 or 5 മാർക്സ്. 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഈ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ യൂസ് ടു ഡിറൈവ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എൻസിആർടിക്കകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് കണ്ടുപിടിക്കണം സിമ്പിൾ പെൻഡുലത്തിന്റെ ഡയമെൻഷൻ ഉപയോഗിച്ച്. ഡയമെൻഷൻ ഉപയോഗിച്ച് സിമ്പിൾ പെൻഡുലത്തിന്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷൻ നമ്മൾ LHS RHS പഠിച്ച. കേൾക്കാത്ത ഒരു ആദ്യത്തെ വീഡിയോ കേട്ടിട്ട് വേണം ഇതിലോട്ട് വരാൻ. TC 2.√L/G ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കണം. അതാണ് എളുപ്പമുള്ളതല്ല, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളിൽ നിങ്ങളെ എളുപ്പമാക്കി തരും. ഓക്കെ, അന്നേരം നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന അപ്പാറ്റസ് കാണുമോ? നിങ്ങൾ അപ്പാറ്റസ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അവിടെ അതിലൊരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു നൂലുണ്ട്, സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിന് ഒരു ലെങ്ത് ഉണ്ട്. ആ സ്ട്രിങ്ങിന്റെ താഴെ ഒരു ബോബ് ഉണ്ട്, ഒരു മെറ്റൽ സ്റ്റിയർ, ഒരു ബോബ് ഉണ്ട്, ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ഒരു ബോബ് ഉണ്ട്. അതിനൊരു വെയിറ്റ് ഉണ്ടായിരിക്കും, ഒരു മാസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒക്കെയാണ് പ്ലസ് 2 പ്രാക്ടിക്കൽ ചെയ്യേണ്ടതാണ്. സിമ്പിൾ പെൻഡുലം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൾറെഡി ഇതിനകത്തുണ്ട്. അന്നേരം സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഇവിടെ മുതൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പഠിക്കുക. Time period of a simple pendulum depends upon 3 factors. Mainly 3 factors. 4 factors വേണമെങ്കിൽ പറയാം. Mainly 3 factors. First one, length of the string അല്ലെങ്കിൽ mass of the bob. ആ ബോബിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ട്രിങ്ങിൽ ഒരു ബോബ് ഇട്ടിട്ടുണ്ടെന്ന്. ആ ബോബിന് ഒരു മാസ് ഇല്ലേ? ആ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് വൺ മാസ് ഓഫ് ദി ബോബ്. 2 ആ സ്ട്രിങ്ങിന്റെ ലെങ്ത്. സെക്കൻഡ് വൺ ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. And third one, acceleration due to gravity. Once again, I repeat, time period of a simple pendulum depends upon first one, mass of the bob, second one, length of the string, and third one, acceleration due to gravity. Depend ചെയ്യുന്ന directly proportional ആണ്. എഴുതിയേക്ക് നോക്കി, time period T. ഇത് എഴുതിയിട്ടേക്കുന്നത് കുറച്ചുകൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Time period T ആണ് ഡിനോട്ട് ചെയ്യുന്നത്. is directly proportional to M എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ബോബ്. ക്ലിയർ ആയല്ലോ? ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിനോട്ട് ലെറ്റർ G. ഇനി ഞാൻ ഇതിനെല്ലാം ഓരോ പവർ കൊടുക്കാൻ പോവാം. ഇപ്പം എക്സിന് ഒരു പവർ കൊടുക്കുകയാണെങ്കിൽ XY Z ഒരു പവർ കൊടുക്കുകയാണെങ്കിൽ ABC ഇങ്ങനെ കൊടുക്കുന്നതിനാണ് പവർ എന്ന് പറയുന്നത്. ഇതിനെല്ലാം ഞാൻ ഒരു പവർ കൊടുക്കാൻ പോവാണ്. എമ്മിന് ഞാൻ A എന്ന് കൊടുക്കുന്നു, ഇതിന് ഞാൻ B എന്ന് കൊടുക്കുന്നു, ഇതിന് ഞാൻ C എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എന്തിനാ പവർ കൊടുക്കുന്നത് എന്നുള്ളത് പതുക്കെ വഴിയേ നമ്മൾ മനസ്സിലാവും. ഓക്കെ, അന്നേരം T is proportional. ഇനി വായിച്ച് എങ്ങനെ? T is proportional to M raised to A, T is proportional to L raised to B, T is proportional to G raised to C. ഇനി നമുക്ക് അതങ്ങ് ഒരുമിച്ച് അങ്ങ് എഴുതാം. എന്നിട്ട് നിങ്ങൾ എന്തോരം നോക്കി, എല്ലാം ഒരു സൈഡ് T ആയതുകൊണ്ട് T is proportional to M raised to A, L raised to B, G raised to C. ഇതെല്ലാം ഒരു സൈഡാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതി. M raised to A, L raised to B, G raised to C. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് ഈ സൈൻ അങ്ങ് മാറ്റി ഈക്വൽ സൈൻ കൊടുത്തു. T is equal to കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ച് T is equal to K into M raised to A, L raised to B, G raised to C. ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും സ്റ്റെപ്പുകൾ. എന്റെ നോട്ടിനകത്ത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. മനസ്സിലായോ? അടുത്തൊരു
ഫർദർ സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുന്നത് ഓർത്ത് വെക്കണം. ഇത്രയും കഴിഞ്ഞ് ഇക്വേഷൻ നമ്പർ 1 കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തിനും ചെയ്യേണ്ടത് ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഇതിന്റെ ഡയമെൻഷൻസ് എടുക്കുക. ഡയമെൻഷൻ അറിയത്തില്ലെങ്കിൽ ഇപ്പൊ 2 ചെയ്യാൻ പറ്റത്തില്ല. ഡയമെൻഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ മൊത്തം തെറ്റിപ്പോകും. അന്നേരം ഡയമെൻഷൻസ് ഓൺ ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. സ്മോൾ ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു കെ അതുപോലെ ഇട്ടേക്കുന്നത്, കാരണം കെക്ക് നമുക്കൊരു വാല്യൂ കൊടുക്കാനുള്ളതുകൊണ്ട് കെ അതുപോലെ ഇട്ടേക്കാണ്. സ്മോൾ എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്. മാസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം റേസ് ടു എ. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ലെങ്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൽ ആണ്, എൽ റേസ് ടു ബി. അടുത്ത ജി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ തുല്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താണ്, എൽ ടി റേസ് ടു -2 ആണ്. എൽ ടി റേസ് ടു -2. അങ്ങനെയാണെങ്കിൽ ജിക്ക് പകരം കൊടുക്കാം എൽ ടി റേസ് ടു -2 ദി ഓൾ റേസ് ടു സി. ഇത്രയും ക്ലിയർ ആയല്ലോ ഈ സ്റ്റെപ്പ്. അടുത്തത് ടി ഇസ് ഈക്വൽ ടു കെ എം റേസ് ടു എ എൽ റേസ് ടു ബി. ഇനി ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ, എൽ റേസ് ടു സി ടി റേസ് ടു -2 ഇൻറ്റു സി -2c. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയിരിക്കണം. ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ എൽ റേസ് ടു ബി എൽ റേസ് ടു സി ടി റേസ് ടു ഇങ്ങനെ വിളിക്കുന്നത് ടി റേസ് ടു -2c. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ. എല് രണ്ട് രീതിയിലുണ്ട്, എൽ റേസ് ടു ബി ഉണ്ട്, എൽ റേസ് ടു സി ഉണ്ട്. നിങ്ങൾക്കറിയാം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ്. എ റേസ് ടു എം പ്ലസ് എൻ. അങ്ങനെയാണെങ്കിൽ എൽ റേസ് ടു ബി ഇൻറ്റു എൽ റേസ് ടു സി എന്താ, എൽ റേസ് ടു ബി പ്ലസ് സി. പിന്നെ ടി റേസ് ടു -2c. ഇക്വേഷൻ നമ്പർ 2. നിങ്ങൾ ഫുൾ സ്ക്രീൻ വെച്ച് കാണുക. 1 2 വട്ടം കേൾക്കുമ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് ഇക്വേഷൻ നമ്പർ 2 വരെ നല്ല സ്റ്റെപ്പായിട്ട് എഴുതുമ്പോണ്ടല്ലോ 4 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ഒരു അര മാർക്ക് പോലും പോകത്തില്ല. ഇത്രയും വരെ ക്ലിയർ ആയല്ലോ. അടുത്ത എഴുതിയേക്ക് നോക്കിയാൽ ഇക്വേറ്റിംഗ് ദി പവേഴ്സ് ഓഫ് എം എൽ ആൻഡ് ടി. അത് നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര പാടാണ്. ഒരെണ്ണം നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രോബ്ലം നമുക്ക് ചെയ്യാം ഈസി ആയിട്ട്. ഇക്വേറ്റിംഗ് ദി പവേഴ്സ് ഓഫ് എം എൽ ആൻഡ് ടി. എമ്മിന്റെയും എല്ലിന്റെയും ടിയുടെയും പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അത് പഠിക്കാം. ഇത്രയും സ്റ്റെപ്പുകൾ ക്ലിയർ ആയല്ലോ. ഓക്കെ അന്നേരം നമ്മൾ ഇപ്പം പഠിച്ചു നിർത്തിയത് ഇക്വേറ്റിംഗ് ദി പവേഴ്സ് ഓഫ് എം എൽ ആൻഡ് ടി. ഞാൻ അതിന് മുമ്പുള്ള സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 3. ഇക്വേറ്റിംഗ് ദി പവേഴ്സ് ഓഫ് എം എൽ ആൻഡ് ടി. ഇനി ശ്രദ്ധിച്ചോണം, പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോക്കിയേ, എമ്മിന്റെ ഇവിടുത്തെ പവർ എന്താണ്, എ. എല്ലിന്റെ പവർ എന്താണ്, മുകളിൽ കിടക്കുന്നതാണ് ഈ പവർ എന്ന് പറയുന്നത്, ബി പ്ലസ് സി. ടിയുടെ പവർ എന്താണ്, -2c. ഇനി നിങ്ങൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന ഇപ്പുറത്തെ സൈഡുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചോണം, എമ്മിന്റെ പവർ എ. ഇപ്പുറത്ത് എം ഉണ്ടോ, ഇപ്പുറത്ത് ടി മാത്രമല്ലേ ഉള്ളൂ. എം ഇല്ലെങ്കിൽ എം ഇവിടെ ഇല്ല. എം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഉണ്ടോ, ഇങ്ങനെ വരും യഥാർത്ഥം. നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചത് എം റേസ് ടു 0 എൽ റേസ് ടു 0. എന്നാൽ ഇവിടെ എം എല്ലും ഇല്ല. അന്നേരം എയുടെ പവർ എന്ന് പറയുന്നത് ഇവിടെ എമ്മിന്റെ പവർ എന്ന് പറയുന്നത് എ. ഇവിടെ എയുടെ എന്ന് പറയുന്നത് എന്തുവാ, 0. അന്നേരം എ ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? അടുത്ത ഞാൻ ഇത് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ബിയുടെ പവർ എന്ന് പറയുന്നത്, എല്ലിന്റെ പവർ എന്ന് പറയുന്നത് ബി പ്ലസ് സി. എല്ലിന്റെ പവർ എന്ന് പറയുന്നത് ബി പ്ലസ് സി. ഇവിടെ എൽ ഉണ്ടോ, അന്നേരം ബി പ്ലസ് സി എന്ന് പറയുന്നത് 0. ഇനി ടിയുടെ പവർ എന്ന് പറയുന്നത് -2c. ടിയുടെ പവർ ഉണ്ട്, -2c. ഇപ്പുറത്ത് ടിയുടെ പവർ ഉണ്ടോ, അതാണ്ട് ഉണ്ട്. ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1 ആണ്. അന്നേരം -2c is equal to 1. അതിൽ നിന്ന് c is equal to 1/-2 എന്ന് പറയുന്നതാണ് c is equal to -1/2. അന്നേരം നമുക്ക് എയുടെ വാല്യൂ കിട്ടി 0, ബിയുടെ വാല്യൂ കിട്ടിയില്ല, സിയുടെ വാല്യൂ കിട്ടി -1/2. സിയുടെ വാല്യൂ കിട്ടിയതുകൊണ്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അത് ഞാൻ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. സിക്ക് പകരം -1/2 കൊടുത്തു. അന്നേരം എന്താ വരും, ബി പ്ലസ് -1/2 ഈസ് ഈക്വൽ ടു 0. പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. കൊച്ചു പിള്ളേരുടെ സ്റ്റെപ്പുകളാണ് ഇതെല്ലാം. ബി -1/2 ഈസ് ഈക്വൽ ടു 0. ബി ഈസ് ഈക്വൽ ടു 0 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു 1/2. ഇപ്പൊ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ പവർ നമ്മൾ എഴുതിയത്. മനസ്സിലായോ? എയുടെ വാല്യൂ സി, ബിയുടെ വാല്യൂ 1/2, സിയുടെ വാല്യൂ -1/2. പവേഴ്സ് നല്ല ക്ലിയർ ആണ്. അന്നേരം ഒന്നുകൂടെ ഓർത്തോണം,
സംശയം വരികയരുത് എന്നോട് വേണമെങ്കിൽ പറയാം. എമ്മിന്റെ പവർ എ, ഇവിടെ എമ്മിന്റെ പവർ ഇല്ല, എം എന്ന് പറയുന്ന ടീം ഇല്ല, അതുകൊണ്ട് എ എന്ന് പറയുന്നത് 0. ഇവിടെ എല്ലിന്റെ പവർ ബി പ്ലസ് സി, ഇവിടെ എല്ലിന്റെ പവർ ഇല്ല, എൽ എന്ന് പറയുന്ന ടീമേ ഇല്ല, അന്നേരം ബി പ്ലസ് സി എന്ന് പറയുന്നത് 0. ടിയുടെ പവർ ഇവിടെ -2c, ഇവിടെ ടി ഉണ്ട്, ടി റേസ് 1 അന്നേരം -2c = 1. ഇങ്ങനെ നമ്മൾ പവർ ചെയ്ത് കൃത്യമായിട്ട് അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ്. നിങ്ങൾ ഇത്ര എഴുതണം, 5 മാർക്കിന് 4 മാർക്കിന് ഇത്ര എഴുതിയാലേ മാർക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് വിചാരിക്കുന്ന മാർക്ക്, നമ്മൾ ജയിക്കാൻ വേണ്ടിയല്ല ദിവസം പഠിക്കുന്നത്, ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ് a, b and c in equation number 1. ഈ വാല്യൂസ് എല്ലാം ഇപ്പൊ എക്കും ബിക്കും സിക്കും കിട്ടിയ വാല്യൂസ് എല്ലാം ഉണ്ടല്ലോ, അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 ഉണ്ടായിരുന്നു നമുക്ക് t = k × m raised to a l raised to b g raised to c, ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. t = 5 3 എഴുതുകയാണ്. t = k × ഇക്വേഷൻ നമ്പർ 1 m raised to a l raised to b g raised to c. അവിടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിയോ, t = k × m raised to a ക്ക് പകരം കൊടുക്കുക 0, m raised to 0, l raised to b, b ക്ക് പകരം കൊടുക്കുക 1/2, അങ്ങനെ l raised to 1/2, g ക്ക് പകരം കൊടുക്കുക നോക്കിയേ g raised to c, c ക്ക് പകരം കൊടുക്കുക -1/2. അങ്ങനെയാണ് ഇക്വേഷൻ മറ്റുള്ളത്. t = k × m raised to 0, l raised to 1/2, g raised to -1/2. ഇനി ശ്രദ്ധിച്ചോണം, ഈ a raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, a raised to 0, b raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ m raised to 0 എന്തായിരിക്കും? 1 അല്ലയോ? അന്നേരം ഇത് ഇത്രയും ഭാഗം എന്തായിട്ട് മാറും? 1 ആവും. അന്നേരം t = k × ബാക്കി എന്ത് വരും? l raised to t = വേണമെങ്കിൽ ആ സ്റ്റെപ്പ് എഴുതി k × l raised to ½ g raised to -½ ക്ലിയർ ആയോ? m raised to 0 1 ആയി, അന്നേരം ബാക്കി t = k × l raised to ½ g raised to -½ ഇനി അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. t = k × l raised to ½ ഞാൻ അതുപോലെ എഴുതി ബൈ g raised to ½ എന്ന് എഴുതി. എന്താ അറിയോ, ഈ g raised to ½ മുകളിൽ പോകുമ്പോൾ g raised to -½ ആവും. ഉദാഹരണം a/b², a/b², ഇത് മുകളിൽ പോകുമ്പോൾ എങ്ങനെ വരും? a/b² മുകളിൽ പോകുമ്പോൾ ab raised to -2. അതുപോലെ തന്നെ ഞാൻ l raised to ½ ബൈ g raised to ½ എന്ന് എഴുതാനുള്ള കാരണമുണ്ട്. ഈ g raised to ½ മുകളിൽ പോയാൽ g raised to -½ തന്നെ, അത് ഈക്വൽ ആണ്. ഇനി a raised to ½ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. a raised to ½ എന്ന് പറഞ്ഞാൽ √a ആണ്, b raised to ½ എന്ന് പറഞ്ഞാൽ √b ആണ്. അങ്ങനെയാണെങ്കിൽ l raised to ½ എന്ന് പറഞ്ഞാൽ √l ആണ് കേട്ടോ. g raised to ½ എന്ന് പറഞ്ഞാൽ √g ആണ്. അന്നേരം ഇക്വേഷൻ എന്താ? t = k × √l ബൈ √g. t = k × √a by √b. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. √a by √b എന്ന് പറഞ്ഞാൽ √a by b. അങ്ങനെയാണെങ്കിൽ t = k × √l by g. ഇത്രയും വരെ എഴുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എന്നെ നോട്ടിനകത്തുണ്ട് ഫ്രം എക്സ്പെരിമെന്റ്സ്. കാരണം ഇത് പ്രത്യേകം നിങ്ങൾക്ക് പ്രത്യേക വാല്യൂസ് ഒന്നും തരത്തില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സിമ്പിൾ ഇതിന്റെയൊക്കെ ഇങ്ങനെ എഴുതാം. ഫ്രം എക്സ്പീരിയൻസ് ദി വാല്യൂ ഓഫ് k is found to be 2π. k യുടെ വാല്യൂ എന്ന് പറയുന്നത് 2π കൊടുക്കുക. k ക്ക് പകരം 2π കൊടുക്കുക. t = 2π × √l/g. ഇതെല്ലാം നമുക്ക് കിട്ടണ്ടേ? ഇതിൽ ഇത്രയും സ്റ്റെപ്പുകൾ വന്നതും ഇത്രയും പഠിക്കാനുള്ളതും എത്ര മാർക്കാണ്? 5 മാർക്കാണ്. 4 5 മാർക്കിന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കത്തുള്ളൂ. അന്നേരം ഇങ്ങനെ വൃത്തിയായിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഇതിന്റെ ഒരു എക്സാമ്പിളോട് പറയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് 1 2 3 വട്ടം ഒന്ന് കേട്ടിട്ട് അടുത്ത് പഠിക്കുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, അന്നേരം നമുക്ക് അടുത്ത എക്സാമ്പിൾ, ഇതിന്റെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അന്നേരം നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമല്ലോ നോക്കാം. അന്നേരം നമുക്ക് ഇതിന്റെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് കിടക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി വെലോസിറ്റി ഓഫ് ദി സൗണ്ട് ഇൻ എ മെറ്റീരിയൽ മീഡിയം. ആദ്യത്തെ നന്നായിട്ട് പഠിച്ചാൽ രണ്ടാമത്തെ എളുപ്പമാണ്. ഇത് NCERT-ക്കകത്ത് ഉള്ളതാണ്, ഇഷ്ടം പോലെ വട്ടം ചോദിച്ചതാണ്. 3 മാർക്കിന് 4 മാർക്കിന് വരെ ചോദിക്കാം, 3 മാർക്ക് ഓർ 4 മാർക്ക്. അന്നേരം വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കണം ഒരു മെറ്റീരിയൽ മീഡിയത്തിന്റെ. അന്നേരം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തരത്തില്ല. ഇക്വേഷൻ ഇതാണ്, v = √e/ρ എന്ന് കിട്ടണം. അന്നേരം വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്, മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് പോലെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. ഒന്ന് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി മീഡിയം E, 2 ഡെൻസിറ്റി ഓഫ് ദി മീഡിയം ρ. ഇങ്ങനെ എഴുതുന്നതിനെ വായിക്കുന്ന പേര്
റോ എന്നാണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ഡെൻസിറ്റി അന്നേരം വെലോസിറ്റി ഡിപെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്, ഇലാസ്റ്റിസിറ്റി, ഡെൻസിറ്റി. അന്നേരം നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ട് എഴുതാമല്ലോ. V is proportional to E, V is proportional to rho. എന്നിട്ട് നമ്മൾ അതിന് പവേഴ്സ് കൊടുത്തു എയും ബി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതണ്ടേ? V is proportional to, വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതാം. V is proportional to E raised to A, rho raised to B. അടുത്ത സ്റ്റെപ്പ് രണ്ടും ഒരുമിച്ച് അങ്ങ് എഴുതി, കാരണം ഒരു സൈഡ് സെയിം ആണല്ലോ. അടുത്ത സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഇത് എഴുതിയാൽ മതി. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് കുടിക്കണം. V is equal to K into E raised to A, rho raised to B. ഇക്വേഷൻ നമ്പർ 1. ഇത്രയും വരെ ക്ലിയർ ആയി? ഇത്രയും വരെ വളരെ ഈസിയാണ്. അടുത്ത സ്റ്റെപ്പ് നോക്കി, ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഡയമെൻഷൻസ് എടുക്കുക. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ LT raised to -1. നമ്മൾ ഡയമെൻഷൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. LT raised to -1 is equal to K into E എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നൊക്കെ പറയുന്നതാണ്. നിങ്ങൾ ഈ ഡയമെൻഷൻ ഓർത്തിരിക്കുക. ML raised to -1, T raised to -2. ഇത് ഇലാസ്റ്റിസിറ്റിയുടെ ദി ഓൾ raised to A. ഡെൻസിറ്റിയുടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ML raised to -3, ദി ഓൾ raised to B. എന്റെ ഒരു ഇക്വേഷൻ കാർഡ് ഉണ്ട്. ഇക്വേഷൻ കാർഡിനകത്ത് എല്ലാ ഡയമെൻഷൻ 40 ക്വാണ്ടിറ്റി ഡയമെൻഷൻസ് ഉണ്ട്. എല്ലാത്തിനും ഡയമെൻഷൻസ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. നോട്ട്സിനകത്ത് അത്യാവശ്യം മിക്കവാറുള്ള ഡയമെൻഷൻസ്, വേണ്ടപ്പെട്ട ഡയമെൻഷൻസ് എല്ലാം ഉണ്ട്. ഇക്വേഷൻ കാർഡ് വേറെ എങ്ങും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഉറപ്പായിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അതും നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ ലഭ്യമാവും. ഓക്കെ, അന്നേരം LT raised to -1 വെലോസിറ്റിയുടെ is equal to K into ഇലാസ്റ്റിസിറ്റിയുടെ ML raised to -1, T raised to -2, the all raised to A, ML raised to -3, all raised to B. അടുത്ത സ്റ്റെപ്പ് LT raised to -1. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. K into ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ M raised to A. ശരിയല്ലേ? M raised to A. L raised to -1 into A എന്ന് പറഞ്ഞാൽ L raised to -A, T raised to -2A. ക്ലിയർ ആയി? K into K അതുപോലെ കിട്ടേക്കുന്നു. Kക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം. M raised to A, L raised to -A, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് T raised to -2A. അടുത്ത എക്സ്പാൻഡ് ചെയ്തേ M raised to B, L raised to -3B. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് LT raised to -1 is equal to K into ഇവിടെ നമുക്ക് രണ്ട് എമ്മിന്റെ ടേം ഇല്ലേ? M raised to A ഉണ്ട്, M raised to B ഉണ്ട്. A raised to M into A raised to N എന്ന് പറഞ്ഞാൽ A raised to M plus N ആണെങ്കിൽ M raised to A into M raised to B എന്ന് പറഞ്ഞാൽ M raised to A plus B. L raised to ഇവിടെ L ന്റെ രണ്ട് ടേം ഉണ്ട്. L raised to -A, -3B. പിന്നെ Tയുടെ ഒറ്റ ടേമേ ഉള്ളൂ. T raised to -2A. ഇക്വേഷൻ നമ്പർ 2. ഇത് നല്ല വൃത്തിയായിട്ട് എഴുതണം. നമ്മൾ ഡയമെൻഷനിൽ ഏറ്റവും നല്ല പോലെ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാം. നല്ല പോലെ എഴുതി പഠിക്കണം. നന്നായിട്ട് എഴുതി പഠിക്കണം. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് മനസ്സിലാവും. ഇനി ബാക്കി പെട്ടെന്ന് നമുക്ക് ഈ പവേഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ പെട്ടെന്ന് വരാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ LT raised to -1 is equal to K into M raised to A plus B, L raised to -A -3B, T raised to -2A. ഇക്വേഷൻ നമ്പർ 2. അടുത്ത സ്റ്റെപ്പ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക, എളുപ്പമാണ്. ഇക്വേറ്റിംഗ് ദി പവേഴ്സ് ഓഫ് M, L ആൻഡ് T. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ എളുപ്പമാണ്. നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിച്ചാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ പവേഴ്സ് എങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നത്? എമ്മിന്റെ പവർ എന്താണ്? എമ്മിന്റെ പവർ A plus B. ഇവിടെ M ഉണ്ടോ? ഇല്ല. അങ്ങനെ നമ്മൾ എന്ത് കൊടുക്കണം? 0. A plus B is equal to 0. ഓക്കെ, അത് ഞാൻ എഴുതി. A plus B is equal to 0. എല്ലിന്റെ പവർ എന്താണ്? -A -3B. ഇവിടെ L ഉണ്ടോ? L ഉണ്ട്. L എന്ന് പറഞ്ഞാൽ L raised to 1 എന്നാണ്. അന്നേരം -A -3B is equal to -A -3B is equal to ഇപ്പുറത്ത് L ഉള്ളതുകൊണ്ട് 1. ഇനി Tയുടെ പവർ ഏതാ? -2A. ഇവിടെ Tയുടെ പവർ ഉണ്ടോ? ഉണ്ട്. -1. അന്നേരം -2A is equal to -1. അതിൽ നിന്ന് A is equal to -1 by -2. മൈനസും മൈനസും ക്യാൻസൽ ആയി. A is equal to 1/2. എയുടെ വാല്യൂ. ഇനി നമുക്ക് ബിയുടെ വാല്യൂ കിട്ടാൻ നിങ്ങൾ ഇതിനകത്ത് ഏത് ഇക്വേഷനകത്ത് കൊടുക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടം? A plus B is equal to 0 കൊടുക്കുന്നതാണോ? -A -3B is equal to 1 കൊടുക്കുന്നതാണോ? രണ്ടിൽ കൊടുത്താലും ഒരേ ആൻസർ തന്നെ കിട്ടും. പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ഈ ചെറിയ ഇക്വേഷൻ കൊടുത്താൽ ബിയുടെ വാല്യൂ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് A plus B is equal to 0. അതിനകത്ത് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് എയുടെ വാല്യൂ 1/2. 1/2 plus B is equal to 0. അന്നേരം B is equal to കൊച്ചു പിള്ളേരെ പഠിക്കുന്ന പോലെ 0 - 1/2.
ബി ഈസിക്കൽ മൈനസ് 1/2. അന്നേരം ഏതിന്റെയൊക്കെ വാല്യൂ കണ്ടുപിടിച്ചു? എയുടെയും ബിയുടെയും വാല്യൂ. ഇതേ രീതി ഫോളോ ചെയ്യണം. ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ എളുപ്പമാണല്ല. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ v is equal to k into e raised to a rho raised to b. ഈ എയുടെയും ബിയുടെയും വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. v is equal to k into e raised to എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2, a raised to 1/2, e raised to 1/2, rho raised to b യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ minus 1/2, rho raised to minus 1/2. ഓക്കെ, കഴിഞ്ഞ പഠിച്ച പോലെ v is equal to k into ഇങ്ങനെ എഴുതാമല്ലോ, e raised to half by rho raised to half. എന്തുകൊണ്ടാ? rho raised to half മുകളിൽ പോയി കഴിഞ്ഞാൽ rho raised to minus half കിട്ടും അല്ലേ? അന്നേരം e raised to half by rho raised to half. e raised to half എന്ന് പറഞ്ഞാൽ റൂട്ട് e ആണ്. rho raised to half എന്ന് പറഞ്ഞാൽ റൂട്ട് റോ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കാരണം a raised to half എന്ന് പറഞ്ഞാൽ റൂട്ട് a ആണ്, b raised to half എന്ന് പറഞ്ഞാൽ റൂട്ട് b ആണെങ്കിൽ നമുക്ക് v is equal to k into e raised to half നെ റൂട്ട് e by rho raised to half നെ റൂട്ട് റോ. റൂട്ട് a by റൂട്ട് b എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a by b. അതാണ് v is equal to k into റൂട്ട് ഓഫ് e by റോ. k യുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെയൊക്കെ ഒരു തരത്തിലില്ല, വാല്യൂ തരത്തിലില്ല. ഫ്രം എക്സ്പെരിമെന്റ്സ് ദി വാല്യൂ ഓഫ് k is found to be 1 ആണ്. മറ്റേടത്ത് 2π ആയിരുന്നു, ഇവിടെ 1 ആണ്. ചിലപ്പോൾ k യുടെ വാല്യൂ ചില വളരെ അപൂർവമായിട്ട് ചില പരീക്ഷയ്ക്ക് തരുമായിരിക്കും k യുടെ വാല്യൂ 1 ആണെങ്കിൽ v is equal to റൂട്ട് ഓഫ്, ഇവിടെ 1 എന്ന് കൊടുക്കുക, v is equal to റൂട്ട് ഓഫ് e by rho. നോക്കി, ഇക്വേഷൻ കിട്ടി. വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ മെറ്റീരിയൽ മീഡിയത്തിലുള്ള ഇക്വേഷൻ ആണ് v is equal to റൂട്ട് ഓഫ് e by rho. ഇത് രണ്ടെണ്ണം നിങ്ങൾ നല്ല വൃത്തിയായിട്ടും പഠിക്കുക. അന്നേരം ആദ്യത്തെ യൂസ് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. രണ്ടാമത്തെ യൂസ് ടു ഡിറൈവ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതാണ് ഈ പാഠത്തിനകത്ത് കുറച്ച് സ്റ്റെപ്പുകൾ എഴുതി പഠിക്കേണ്ടത്. കാരണം 4 മാർക്കും 5 മാർക്കും ഉള്ളതായിരുന്നു. അടുത്ത ദിവസം നമ്മൾ പഠിക്കുന്നത് കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻറ്റു അനദർ. അത് 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കും, എളുപ്പമാണ്. അന്നേരം ഡയമെൻഷന്റെ യൂസ് അങ്ങോട്ട് കഴിയും. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ, അതൊക്കെ നല്ലപോലെ പഠിക്കാം. ഇത് നല്ല വൃത്തിയായിട്ട് അങ്ങ് എഴുതി പഠിക്കാം. ഓക്കെ, നമുക്ക് ടെസ്റ്റ് പേപ്പറൊക്കെ ഇടാം. നിങ്ങളുടെ ഇക്വേഷൻ കാർഡൊക്കെ ഇതിനകത്ത് തരാം. നന്നായിട്ട് പഠിക്കുക, വൃത്തിയായിട്ട് പഠിക്കുക. ഒരു സംശയവും വരരുത്. വാട്സാപ്പിനകത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം, കമന്റ്സ് ഇടാം. വാട്സാപ്പിനകത്ത് സംശയങ്ങൾ ചോദിക്കാം, ഞാൻ കൃത്യമായിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഗിരീഷ് ഫിസിക്സ് സൈനിങ് ഓഫ്.